ഹായ് ഗൈസ്, അപ്പം ഇന്ന് നമ്മളുള്ളത് എന്ന് പറയുന്ന സൂയിലാണ് കേട്ടോ. അടിപൊളി സൂ ആണ്. ഇന്നിവിടെ വരാനായിട്ട് ശരിക്കുള്ള കാരണക്കാരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജോക്കൂട്ടനാണ്. സ്കൂളിൽ നിന്ന് ജോക്കൂട്ടന് ടീച്ചർ പറഞ്ഞു ഈ പറഞ്ഞതുപോലെ ഈ സൂ കാണാൻ നല്ല ഭംഗിയാണ്, ഇവിടെ പെൻഗ്വിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ജോക്കൂട്ടൻ പറഞ്ഞു നമുക്ക് ഇവിടെ പോയാലോ എന്ന്. എന്നാ പിന്നെ അങ്ങനെ പോയേക്കാന്ന് വെച്ചു അല്ലേ ജോക്കൂട്ട? അപ്പൊ നമ്മള് ജോക്കൂട്ടിനെ ആരെ കാണാനാ വന്നേ? അപ്പൊ ജോക്കൂട്ട പെൻഗ്വിനെ കാണാനാണ് വന്നേ. അപ്പൊ ഇതിന്റെ പെൻഗ്വിനെയും പാണ്ടനെയൊക്കെ കാണാനാ വന്നേ. അപ്പൊ നമുക്ക് നോക്കാം പെൻഗ്വിനും പാണ്ടയൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് കേട്ടോ. അപ്പൊ ഇതിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മള് നിങ്ങളെ കാണിക്കുന്നത്. ലേ കൊർണേലെ വൈൽഡ് ലൈഫ് പാർക്ക് 1981 ഏപ്രിൽ 19 ആഞ്ചലോ ഫെറൂച്ചിയോ ബെനദെറ്റി വാൽ ബ്രെംബോയിൽ സ്ഥാപിച്ച ഒരു സ്വകാര്യ പാർക്കാണ്. ബെർഗാമോ പ്രവിശ്യയിലെ ആദ്യത്തെ വന്യജീവി പാർക്കാണിത്. അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്കായുള്ള യൂറോപ്യൻ പ്രോഗ്രാമിൽ ചേർന്ന് മൃഗശാലയിൽ ജനിച്ചു വളർന്ന മൃഗങ്ങളെ കാട്ടുമൃഗങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. ഏകദേശം 1,26,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ഈ സ്ഥലത്ത് 120 വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഏകദേശം 1,200 മൃഗങ്ങൾ വസിക്കുന്നു. 1994 വെളുത്ത ബംഗാൾ കടുവയെ ഉൾപ്പെടുത്തിയ ആദ്യത്തെ യൂറോപ്യൻ മൃഗശാലയായി മാറിയതോടെ ഈ പാർക്ക് വളരെ പ്രസിദ്ധമായി. 2025 മുതൽ ഈ പാർക്ക് ഡെ റോച്ചി കുടുംബം വാങ്ങി. സവന്ന പ്രദേശത്തെ കാണ്ടാമൃഗങ്ങൾ, ജിറാഫ് എന്നിവയ്ക്ക് പുറമെ ട്രോപ്പിക്കൽ ജംഗിൾ എന്നറിയപ്പെടുന്ന ഇറ്റലിയിലെ ഏറ്റവും വലിയ പക്ഷിക്കൂട്ടവും ഇവിടെയുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുകൂടാതെ കുട്ടികൾക്കായി റൈഡുകളുള്ള കളിസ്ഥലങ്ങൾ, പക്ഷികളെ അടുത്ത് കാണാൻ കഴിയുന്ന ഒരു സഫാരി ട്രെയിൻ യാത്ര എന്നിവയൊക്കെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ തന്നെയാണ്. എല്ലാ പ്രായത്തിലുമുള്ള വിദ്യാർത്ഥികൾക്കായി സമഗ്രമായ ഒരു വിദ്യാഭ്യാസ പരിപാടി ഈ പാർക്ക് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെൻഗ്വിൻ്റെ ഏരിയയാണ്. ഈ ഒരു പെൻഗ്വിനെ കാണാനായിട്ട് ഏറ്റവും ആകാംക്ഷയോടെ വന്ന ആൾ ജോക്കൂട്ടനാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആളും ജോക്കൂട്ടൻ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അത് ഒന്ന് വേറെ തന്നെയായിരുന്നു. ഈ പാർക്കിൽ കൂടെ ഫുള്ള് നടന്നപ്പം പുള്ളിക്ക് കാണേണ്ടിയിരുന്നത് ഈ പെൻഗ്വിനെ മാത്രമായിരുന്നു.